Next adsorption isotherm is Freundlich adsorption isotherm. Before discussing Freundlich adsorption isotherm, we can discuss about adsorption isotherm. Adsorption isotherm ഇതാണ് നമ്മുടെ adsorption isotherm നമ്മൾ പഠിച്ചത്. ഇവിടെ നമുക്കറിയാം നോക്കുക x/m. ഈ x/m is proportional to P എന്ന് പറഞ്ഞൂടെ നമുക്ക്. x/m റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് പ്രഷറിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയാൻ പറ്റും. Therefore, x/m is equal to a constant into P എന്ന് പറഞ്ഞൂടെ. ഇനി നമ്മൾ ഇവിടെ പ്രഷറിന് വേരിയേഷൻ വരുന്നതുകൊണ്ട് P to the power 1/n കൊടുക്കും. അപ്പോൾ നമ്മൾ എന്താ കൊടുത്തത്? x is equal to kp to the power 1/n. Here k is a constant, n is an integer. This n integer having values 1, 2, 3 etc. ഇവിടെ 1/n എന്നുള്ള ഒന്നിച്ചുള്ള ഫാക്ടർ എടുക്കുമ്പോൾ ഇതിന് 0ൻ്റെ 1ൻ്റെ ഇടക്കാണ് വാല്യൂസ് കിട്ടുക. 1ഉം കിട്ടും 0യും കിട്ടും, അതിനിടയിലുള്ള ഇൻറ്റീജേഴ്സും കിട്ടും. 1, 2, 3 എക്സെട്ര ആകുമ്പോൾ ഡിനോമിനേറ്റർ അങ്ങനെ കൂടി ഫ്രാക്ഷൻസ് ആണ് ഇവിടെ കിട്ടുക. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നോക്കുക, ഈ ഫ്രെundlich അഡ്സോർപ്ഷൻ ഐസോതേമിൽ ഇവിടെ ആയിരുന്നു സാച്ചുറേഷൻ പ്രഷർ PS എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നത്. ഇവിടെ x/m ആണ്, ഇവിടെ P ആണ്. ഇനി നോക്കുക, നമുക്ക് ആദ്യം തുടക്കത്തിൽ ഒരു ഇനീഷ്യൽ പ്രഷർ ഉണ്ട്. തുടങ്ങുന്ന സമയത്ത് x/m എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് പ്രഷർ കൂടുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ കൂടിക്കൂടി വരുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ അഡ്സോർപ്ഷൻ്റെ സ്പീഡ് കൂടുന്നത് ബിഗിനിങ് സ്റ്റേജിലാണ്. അതുകൊണ്ട് ഈ 1/nൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? x/m is equal to kp എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ അഡ്സോർപ്ഷൻ ഐസോതേം ഇതാണ് ബിഗിനിങ് സ്റ്റേജ്. ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ടാവും, പ്രഷർ കുറേ ഉണ്ടാവും, പക്ഷേ ഏറ്റവും കുറവല്ല, മാക്സിമം എത്തിയിട്ടുള്ള ആ സ്റ്റേജിൽ x/m is equal to kp. ഇവിടെയാണ് ഫ്രാക്ഷൻസ് വരിക ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ. ഇനി ഇവിടെ സാച്ചുറേഷൻ പ്രഷർ എത്തി. ഈ സാച്ചുറേഷൻ പ്രഷർ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് x/mൻ്റെ വാല്യൂ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഒരു മാറ്റം വരില്ല. പ്രഷർ കൂടിയാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സർഫസ് മുഴുവനും അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് പിന്നെ എന്ത് റിയാക്ഷൻ നടക്കുക? റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുക. അതുകൊണ്ട് യാതൊരു ചേഞ്ചും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ kp റേസ് ടു 1/n എന്നുള്ള ഇതിൻ്റെ വാല്യൂ ഇവിടെ 0 ആകും. പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എത്ര പ്രഷർ കൂട്ടിക്കൊടുത്തിട്ടും കാര്യമില്ല, റിയാക്ഷൻ്റെ സ്പീഡ് കൂടൂല. ഈ 3 കണ്ടീഷൻസും കൂടി നമ്മൾ ഫ്രെundlich അഡ്സോർപ്ഷൻ ഐസോതേമിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ x/m ഈസ് ഈക്വൽ ടു kp റേസ് ടു 1. x/m ഈസ് ഈക്വൽ ടു k. ഇൻ്റർമീഡിയറ്റ് ആകുമ്പോൾ ഫ്രാക്ഷൻ വരിക Pൻ്റെ പവർ. അതേപോലെ സാച്ചുറേഷൻ പ്രഷർ PS-ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പ്രഷർ കൂടിയാലും അഡ്സോർപ്ഷൻ്റെ റേറ്റ് കൂടുകയില്ല. ഇതാണ് നമ്മൾ ഫ്രെundlich അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ മുമ്പ് നമ്മുടെ ഐസോതേമിന് സാധാ ഐസോതേമിന് അഡ്സോർപ്ഷൻ ഐസോതേമിനെ കുറിച്ചിട്ടൊരു അവയർനെസ് ഉണ്ടാവണം. ഇനി നമുക്ക് ഫ്രെundlich അഡ്സോർപ്ഷൻ ഐസോതേമിലേക്ക് പോവാം. ഫ്രെundlich അഡ്സോർപ്ഷൻ ഐസോതേമിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഫാക്ടർ x/m is proportional to P. Therefore, x/m is equal to kp raised to 1/n. ഇത് നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രെundlich അഡ്സോർപ്ഷൻ ഐസോതേം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ, log x/m is equal to log k പ്ലസ് 1/n പവർ ആദ്യം വന്നു log p. ഇങ്ങനെയാണ് ലോഗരിതം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പഠിക്കും. ദിസ് ഈസ് ആൻ ഇക്വേഷൻ. ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനോട് ഈ സിമിലർ ആണ്.
ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക. ആ ഗ്രാഫ് നോക്കാം നമുക്ക്. ഇപ്പം എന്തിനൊക്കെ നമ്മൾ അഗെയിൻസ്റ്റ് ആക്കിയത്? ലോഗ് x/m ലോഗ് k ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ലോഗ് p ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂസ്. ലോഗ് x/m y ആക്സിസിലും ലോഗ് p x ആക്സിസിലും. നമ്മൾ നേരത്തെ അഡ്സോർപ്ഷൻ ഐസോതെർമിൽ എന്തായിരുന്നു? x/m p ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. കണ്ടോ? എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എത്തുന്നുള്ളൂ. ഇനി ഇവിടെ ഇത് ഇൻ്റർസെപ്റ്റ് ആണ്. ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് k ആണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും വാല്യൂ കിട്ടുക. ഇവിടെ സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് 1/n ആണ് കിട്ടുക. നമ്മൾ ഈ ഗ്രാഫ് വെച്ച് അനലൈസ് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോമിലേക്ക് എത്തുക. ഏതാണ്? ബിഗിനിങ് സ്റ്റേജിൽ ലോവർ പ്രഷർ ആകുമ്പോൾ 1/n ഹാവ് വാല്യൂസ് 0 to 1 ആണ്. അതുകൊണ്ട് ലോവർ പ്രഷറിൽ x/m ഈസ് ഈക്വൽ ടു k p⁻1. ദെൻ ഇൻ്റർമീഡിയറ്റ് പ്രഷർ kp ഈസ് ഈക്വൽ ടു x/m ഈസ് ഈക്വൽ ടു kp⁻1/n ഫ്രാക്ഷൻ പവർ. അതേപോലെ അറ്റ് ഹയർ പ്രഷർ x/m ഈസ് ഈക്വൽ ടു kp�0. ദാറ്റ് ഈസ് പ്രഷർ ഈസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഇതാണ് ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം.